ഹലോ എല്ലാവർക്കും ഷാനിഷ വ്ളോഗ്സിലേക്ക് സ്വാഗതം. രാവിലെ ഞാൻ എണീറ്റ ഉടനെ വേഗം ഉപ്പുമാവും പപ്പടമൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ചോറും കറിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഞ്ഞിക്കാലം അടുപ്പത്ത് വെച്ചു. അതെല്ലാം ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണിയും അലക്കാനിട്ട് അത് അലക്കി ഉണക്കാനും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെ ചെയ്തു വന്നപ്പോൾ തന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം ഉപ്പുമാവൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ തുണി ഉണക്കാനിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതൊക്കെ ഉണക്കി കിട്ടിയിട്ടുണ്ട്. പക്ഷേ വെയിലില്ല, നല്ല മഴക്കാറ് തന്നെയാണ് ഉള്ളത്. എന്നാലും പുറത്തുകൊണ്ട് വിരിച്ചിടാമെന്ന് വിചാരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തുണി അത്യാവശ്യം ഉണങ്ങിയില്ലെങ്കിൽ എനിക്ക് ഇടാൻ ഇഷ്ടമല്ല കേട്ടോ. ഫാനിൻ്റെ അടിയിലിട്ട് ഉണങ്ങണ തുണികളൊന്നും എനിക്കിഷ്ടമല്ല. വെയിൽ കൊണ്ട് തന്നെ ഉണങ്ങുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എന്നാലും ഇപ്പോൾ മഴക്കാലമായിട്ട് സാധാരണ ഫാനിൻ്റെ അടിയിലിട്ടാണ് ഉണക്കിയൊക്കെ ഇടാറ് കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം എന്തോ തന്നം പിന്നെയൊക്കെ വെയിൽ വന്നതുകൊണ്ട് ആ സമയമൊക്കെ നോക്കിയാട്ടോ ഞാൻ അലക്കുന്നത്. അതുകൊണ്ട് എനിക്ക് മിക്കപ്പോഴും ഇപ്പോൾ വെയിലത്തിട്ട് തന്നെ തുണി ഉണങ്ങി കിട്ടാറുണ്ട്. അകത്തിടേണ്ട സാഹചര്യം പൊതുവേ വരുന്നില്ല. പകുതി മഴക്കാറും വെയിലും കൂടി ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞി കുഞ്ഞി തുണികളില്ലേ, വാവയുടെ തുണികളൊക്കെ ഞാൻ അകത്തുകൊണ്ടൊന്ന് വിരിച്ചിട്ടേ ബാക്കി പുറത്ത് തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പയ്യെ കുറച്ച് നേരം കഴിഞ്ഞ് എടുക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ച് ഇവിടെ എല്ലാം റെഡിയാക്കണം. ഒരു മുറി ഞാൻ ക്ലീൻ ആക്കി കേട്ടോ. ഇത് സെക്കൻഡ് റൂമാണ്. ഇവിടെ അങ്ങനെ കിടക്കാറൊന്നുമില്ല, എന്നാലും ഇവിടെ എപ്പോഴും വന്നിരിക്കുന്നതുകൊണ്ട് ഇവിടെ അലങ്കോലമായിട്ട് കിടക്കുവാണ്. അപ്പോൾ ഇതും വിരിച്ചിട്ട് ഇത് ഞങ്ങൾ കിടക്കുന്ന മുറിയാട്ടോ, വാവയൊക്കെ ആയിട്ട് കിടക്കുന്ന മുറി. ഇവിടെയും കുളമായി കിടക്കുകയാണ്. ഇത് ബെഡ്ഷീറ്റൊക്കെ മാറ്റണം. ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം മാറ്റി ഞാൻ താഴത്തേക്ക് ഇട്ടേ. ഇനി വീട് മുഴുവൻ അടിച്ചുവാരി തുടക്കണം, മുറ്റം അടിക്കണം. ഇതൊക്കെ ഇന്ന് ചെയ്യാനുണ്ട്. കർക്കിടകം ഒന്നായതുകൊണ്ട് കേട്ടോ ഞാൻ ഇത്ര വായ പിടിക്കണില്ലെങ്കിൽ ഞാൻ പയ്യെ ചെയ്യത്തുള്ളൂ. ഇത്രയൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച ഉച്ചത്തെ ചോറും കൂടി കഴിക്കാം. ചോറും പപ്പടവും ഉരുളക്കിഴങ്ങ് സവാളയും കൂടി ഇട്ടൊരു ഗ്രേവി പോലത്തെ കറി കേട്ടോ. ഇത് രണ്ടുമായിരുന്നു കഴിക്കാനുണ്ടായത്. ഞാൻ അത് കഴിച്ചിട്ട് വേഗം ചെന്ന് വരാന്തയൊക്കെ തൂത്തിട്ടു. ഇതിൻ്റെ ഒപ്പം തന്നെ മുറ്റവും കൂടി അടിച്ച് കയറണം കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങാൻ മടിയാവുകയെ. അപ്പോൾ ഞാൻ വരാന്ത അടിച്ചിട്ട് മുറ്റം അടിച്ചിട്ട് നേരെ ഞാൻ അകത്തേക്ക് കയറി കേട്ടോ. മുറ്റം എന്ന് പറഞ്ഞാൽ ഈ കിണർ തൊട്ട് ഈ സൈഡ് വരെ അടിക്കത്തുള്ളൂ. കാരണം മറ്റേ അങ്ങോട്ട് കുറച്ച് കാടായിട്ട് കിടക്കുന്ന സ്ഥലം, അങ്ങോട്ട് ഞാൻ അങ്ങനെ പോവാറില്ല. മൊത്തം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുക. അതിൻ്റെ ഉള്ളിൽ തന്നെ കോവക്കയും പപ്പായൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം അകത്തേക്ക് കയറി അകമൊക്കെ അടിച്ചു വാരി തുടച്ചും കൂടി ഇട്ടു കേട്ടോ. വാവേനെ പിന്നെ രാവിലെ കർക്കിടകം ഒന്നാണല്ലോ, അതുകൊണ്ട് ഞാൻ രാവിലെ അവൻ എണീറ്റ് വന്നതിന് പല്ലേപ്പിച്ച് വേഗം അവനെ കുളിപ്പിച്ചെടുത്തു കേട്ടോ. അവൻ കട്ടിലേലിരുന്ന് കളിക്കുവാണ്. തുടക്കണ കണ്ടാൽ ഭയങ്കര ഇഷ്ടം. അപ്പം ഇറങ്ങി വരും തുടക്കാനായിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വന്നേ. പിന്നെ അത് കഴിഞ്ഞ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇത് രാത്രിയത്തെ വീഡിയോ ആണ്. ചോറും ഉച്ചക്ക് മിച്ചം വന്ന കുറച്ച് കറിയും കുറച്ച് സോയയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.